ഇസ്രായേലുമായുള്ള സംഘർഷത്തിൽ തകർന്ന മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും ഇറാൻ അതിവേഗം പുനർനിർമ്മിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷമുണ്ടായ വ്യോമാക്രമണങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച 25ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പകുതിയിലധികം ഇടങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ആകാശ നിരീക്ഷണം ഒഴിവാക്കുന്നതിനായി ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിലുൾപ്പെടെ തകർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ പുതിയ മേൽക്കൂരകൾ നിർമ്മിച്ച് പ്രവർത്തനങ്ങൾ മറയ്ക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിനാണ് ഇറാൻ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. ഭാവിയിൽ അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ ചെറുക്കാനും ശക്തമായി തിരിച്ചടിക്കാനും ഈ മിസൈൽ ശേഖരം അനിവാര്യമാണെന്ന് ഇറാൻ ഭരണകൂടം വിശ്വസിക്കുന്നു. ഒമാനിൽ അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും സൈനിക കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിലാണ് രാജ്യം. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമായി തുടരുമ്പോഴാണ് ഈ വൻ നിക്ഷേപമെന്നത് ശ്രദ്ധേയമാണ്. ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം റെക്കോർഡ് തകർച്ച നേരിടുകയും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിട്ടും ബില്യൺ കണക്കിന് ഡോളറാണ് സൈനിക ആവശ്യങ്ങൾക്കായി രാജ്യം ചെലവഴിക്കുന്നത്. തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളെയും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാൻ ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധസാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്.